ഭൂതത്തെ താൻ ഇപ്പൊ പേടിച്ചാൽ ഈ ജന്മത്ത് തനിക്ക് അവരെ വീട്ടിൽ നിന്ന് ഇറക്കാൻ ഒക്കില്ല. ദാമോട്ടാ, കുഴപ്പമൊന്നും വേണ്ട ദാമോട്ടാ. चुप रहो बहन, मैंने बैग देख चुका हूं. പെട്ടെന്നുള്ള ദേഷ്യത്തിന് അമ്മാവൻ എന്തെങ്കിലും ചെയ്തു കളയരുത്. ആ, നീ നിന്റെ അമ്മ പോലെ തുടങ്ങിയോ? ബോംബെയിലെ അധോലോക രാജാവാണ് ഞാൻ. തീരുമാനം ആയോ? ആയി. എന്താണ് ആ തീരുമാനം? ഗോപാലകൃഷ്ണ പണിക്കർ എന്ന ഹൗസ് ഓണർ അയാളുടെ വീട്ടിൽ തന്നെ താമസിക്കും എന്നാണ് ആ തീരുമാനം. ഏത് വീട്ടിൽ? ഈ വീട്ടിൽ, എന്റെ ഈ വീട്ടിൽ, അഹങ്കാരികളായ ഈ വാടകക്കാർ താമസിക്കുന്ന ഈ വീട്ടിൽ, RT ഓഫീസിലെ ക്ലർക്കായിരുന്ന എന്റെ അച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ച ഈ വീട്ടിൽ. ബേട്ടാ, ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. ആജായേ സർക്കാർ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ആൺകുട്ടിയെ കണ്ടു. മുഖസ്തുതി എനിക്ക് ഇഷ്ടമല്ല. ദേഖോ, മിസ്റ്റർ പണിക്കരെ ഞാൻ ബോംബെയിലെ അധോലോകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ഒരു ദാദയാകാം. ദാദോങ്ക ദാദ, വല്ലഭനക്ക് വല്ലഭൻ, ദാദോങ്ക ബീച്ച് മേ ഏക്ക് ബഡാ ദാദ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ. ഇത്ര ആ സ്ഥിതിക്ക് ദാമോദരജി എന്നെ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു തരണം. ജറൂർ ജറൂർ. എത്രയും പെട്ടെന്ന് ഇവരെ ഒഴിപ്പിക്കാം. ഇനി നമ്മൾ ദോസ്തുക്കൾ സോജാവോ. കൽ സുബഹ 6 ബജെ മിലെംഗെ. കാലത്ത് 6 മണിക്ക് കാണാം. ആരാം കരോ, ആരാം കരോ. എന്താണ് അമ്മാവ ഇതൊക്കെ? ഞങ്ങളെ ഒഴിപ്പിക്കാനാണോ അമ്മാവൻ ബോംബെ നിന്ന് ഇവിടം വരെ വന്നത്? കുട്ടി, ദാമോദരൻ എന്ന അമ്മാവനെ പറ്റി മാത്രമേ കുട്ടിക്ക് അറിയൂ. ബോംബെ ശിവസേനക്കാരെ കിരീടാവർപ്പിക്കുന്ന അധോലോക ദാമോദർജിയെ കുട്ടിക്ക് അറിയില്ല. ഞാൻ അറിയിക്കാം. നാളത്തെ പ്രഭാതം അതിനുള്ളതാണ്. പോയി കിടന്നുറങ്ങ്. ആരാം കരോ, ആരാം കരോ. നമ്മളിപ്പോ എവിടേക്കാ നടക്കുന്നത്? ദാമോദരജിക്ക് ബോംബെയിൽ എന്താണ് ജോലി? ബോംബെയില് ഞാനും എന്റെ അധോലോക സുഹൃത്തുക്കളും ജുഹു കടപ്പുറത്ത് പല സായാഹ്നങ്ങളിൽ ഇതുവരെ നടക്കാനിറങ്ങാറുണ്ട്. പല സുപ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്ന അപ്പോഴാണ്. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബൈജ,
അല്ല നമുക്കിനി പൊയ്ക്കൂടെ? ഇരിക്കടോ, പോയാ പ്രശ്നം തീരില്ലല്ലോ. പ്രശ്നമോ? എന്ത് പ്രശ്നം? बोलाराम जी साहब, ये गोपाल कृष्ण पनिकर मेरा दोस्त है. इधर आ. बॉम्बे में नोड वन्नाना बोलाराम. हाँ. इसको उधर अच्छी तरह करना, तेल मालिश. समझा? अच्छा जी. हाँ. തേൽ മാലിഷ? ആ, മര്യാദ ഭാഷ തനിക്ക് മനസ്സിലാവുമെങ്കിൽ ബോലാറാമനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. ദാമോദർജി? हाँ दामोदर जी, लगाओ तेल. आइए मेरा दोस्त. कहीं नहीं बढ़ो, कहीं नहीं बढ़ो. चुप रहे साले. മേലെ ഒന്ന് എന്നെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. का पट्टा चलो लगाओ. വേണ്ട വേണ്ട, ഞാനാ പറയുന്നത്. വേണ്ട. ദാമോദർജി, ഇയാൾ എന്നായിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ? बोलाराम, 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 बोलो. दामोदर जी, उल्लू का फट्टा. ഫിക്കർ മത് കരോ ബേട്ടി, അവന് കാര്യം മനസ്സിലായി. താമോട്ട് നിലവെന്തും ചെയ്തോ? അത് വേണ്ടി വന്നില്ല, അല്ലാതെ എല്ലാം മനസ്സിലായി. അല്ല, അമ്മാവൻ പോവാണോ? ഇന്ന് പുറപ്പെട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാ മോളെ. ട്രെയിന് സമയമായി. അവിടെ ഇനി പിന്നെ ഈ ശിവസേനക്കാരോടുള്ള കേസിന്റെ വാദം ഇന്ന് തുടങ്ങുക.
ഞാനതങ്ങ് മറന്നുപോയി. അവനെപ്പറ്റി നിങ്ങൾ ആരും ഒന്നും വിഷമിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ദാമോദര നിക്കണവിടെ. അതോ ലോക ദാമോദരോ, നിന്നെ നിക്കണം. ആഹാ, ഹലോ മീര. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അകത്തേക്ക് വരൂ, ഇരിക്കൂ. വീണ്ടും അവന്റെ ശല്യം ഉണ്ടായോ? സാറ് സ്ഥലത്തുണ്ടാവില്ലെന്ന് പറഞ്ഞതുകൊണ്ടാ ഇതുവരെയും വരാതിരുന്നത്. യെസ്. അയാൾ അവിടെ വീട്ടിൽ കയറി താമസം തുടങ്ങിയിരിക്കുക. ഏത് വീട്ടിൽ? ഞങ്ങളുടെ വീട്ടിൽ തന്നെ. ശല്യപ്പെടുത്തി ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അയാളെ കൊണ്ട് പൊറുതി മുട്ടി സാർ. ഓഹോ, അവന് കിട്ടിയത് പോരെന്ന് തോന്നുന്നു. സാരമില്ല, അവന്റെ കൈയും കാലും തല്ലി ഓടിച്ചേക്കാം. അത് വേണ്ട സാർ. അയാള് ഞങ്ങളോട് പ്രതികാരം ചെയ്യും. ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരുമില്ല സാർ. ഞാനുണ്ട് മേരിക്ക്, ഞാനുണ്ട്. ഇൻസ്പെക്ടർ എന്ന നിലക്ക് മാത്രമല്ല, ഒരു കാര്യം ചെയ്യാം. ഞാനവൻ ആദ്യം ഒരു ലാസ്റ്റ് വാണിംഗ് കൊടുത്തേക്കാം. അതുകൊണ്ടും പ്രശ്നം തീരുന്നില്ലെങ്കിൽ അവന്റെ എല്ലാം അടിച്ചോടിച്ച് പാർസലാക്കി പോലീസുകാരുടെ കൈ കൊടുത്തേച്ചേക്കാം. പോരെ? ആരെയും ദ്രോഹിക്കാനല്ല സാർ. മറ്റൊരു വീട് കിട്ടുന്നതുവരെയെങ്കിലും അയാളെ ഞങ്ങളെ ശല്യം ചെയ്യാതിരുന്നാ മതി. അത് മതിയോ? എങ്കിൽ ഞാൻ അവൻ ഇന്ന് തന്നെ കാണാം, സംസാരിക്കാം. വൈകുന്നേരം മേരി എവിടെ കാണും? ഓഫീസിൽ നിന്ന് വരുമ്പോ ഞാൻ സ്റ്റേഷനിൽ വരാം. അത് വേണ്ട, സ്റ്റേഷൻ അത്ര പറ്റിയ സ്ഥലമല്ല. ഞാനെന്നും സായാഹ്നങ്ങളിൽ സെൻട്രൽ പാർക്കിൽ നടക്കാൻ പോവാറുണ്ട്. യു കം ദർ, ഐ വിൽ ടെൽ യു ദ റിസൾട്ട്. ഓക്കെ? താങ്ക് യു സർ. ഞാൻ ബുദ്ധിമുട്ടിക്കുകയാണോ? നോ, ഇറ്റ്സ് എ പ്ലഷർ. നിൽക്കൂ. അത് ഒന്നുമില്ല. സുകുമാരക്കുറിപ്പിനെ പിടികിട്ടിയോ സർ? സുകുമാരക്കുറിപ്പ്. സുകുമാരക്കുറിപ്പോ? പിടികിട്ടി. ഓ, പിടികിട്ടി എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെട്ട ആള് തന്നെയാണോ സുകുമാരക്കുറിപ്പ് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള, അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരട്ടെ. മറക്കണ്ട, സെൻട്രൽ പാർക്ക് ആ, വൈകുന്നേരം. ആ. അയാൾ എന്ത് പറഞ്ഞു സർ? പറയാം. നല്ല മനോഹരമായ സായനം അല്ലേ? അയാൾ ഒഴിയോ? മീര വരൂ, നമുക്ക് സ്വല്പം നേരം അവിടെ ഇരിക്കാം. വിവരം അറിഞ്ഞാ എനിക്ക് പോകായിരുന്നു. എനിക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. വരൂ മീര. വരൂ.
നിക്കണ ഇവിടെ. നിക്കണ സജേഷി, നിക്കണ അവിടെ. നീ ആട്ടും തോലിട്ടോ ചെന്നാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എടാ യുവദാസേ, ഇന്നലെ പരിചയപ്പെട്ട ഒരു പെണ്ണിന്റെ പേരില് നീ ഒരു ക്ലോസ് ഫ്രണ്ടിനെ തള്ളി പറഞ്ഞു. നീ ഞാൻ വിളിച്ചിട്ട് കേട്ടില്ലല്ലടാ. എനിക്ക് സ്റ്റേഷനിൽ പോണ കുറച്ച് ധൃതിയുണ്ട്. നീ പൊയ്ക്കോ. എനിക്ക് വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല, കള്ളന്മാരെ കടിച്ചീറാൻ നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ എന്നൊക്കെയാണോ പറഞ്ഞേ? പിന്നെ എന്ത് വികാരത്തിന്റെ പുറത്താണ് നീ പെണ്ണിന്റെ പുറം നടക്കുന്നത്? എനിക്ക് ഇഷ്ടമുള്ള വികാരത്തിന്റെ പുറത്ത്. എനിക്ക് ഇഷ്ടമുള്ള വികാരത്തിന്റെ പുറത്ത്. അങ്ങനെ സൗകര്യമുള്ള വികാരത്തിന്റെ പുറത്താണ് സാർ നടപ്പെങ്കിൽ നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കണം. ഗോപാലകൃഷ്ണ, ഇത് അത്ര പെട്ടെന്ന് തെറിക്കുന്ന തൊപ്പിയല്ല എന്റെ ഈ തൊപ്പി. ആളുകളാ, എടാ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അത് ഒരു നിയമപാലകൻ കണ്ട പെൺകുട്ടികളുടെ പുറകെ അഴിഞ്ഞാടി നടക്കുകയാണെന്ന് ഞാൻ CBIക്ക് എടാ, ഇത് അഴിഞ്ഞാട്ടോ എടുത്തിയാട്ടോ ഒന്നല്ല, വളരെ പരിശുദ്ധമായ, മൃദുലമായ, നിഷ്കളങ്കമായ, പവിത്രമായ ഒരു അറ്റാച്ച്മെന്റാ. ഞാൻ അവളെ കെട്ടാൻ പോവാ. അപ്പൊ നീ എന്ത് ചെയ്യും? അത് കെട്ടുമ്പോഴല്ലേ? കെട്ടോടാ കെട്ടും. നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാണണോ? കാണണം. എടാ നിന്റെ കെട്ട് ഞാൻ പൊട്ടിക്കുന്നതാണ്. പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീ എങ്ങനെയാടാ കെട്ടുപൊട്ടിക്കുന്നത്? അവളോടും അവളുടെ അമ്മയോടും ഞാൻ പറയും, നീ ഒരു മുഴുക്കുടിയനും സ്ത്രീലമ്പരനുമാണെന്ന്. നീ പറയുന്നത് അവര് വിശ്വസിച്ചാലല്ലേ? അതിന് ഞാനല്ലല്ലോ പറയുന്നത്. ഞാൻ ആൾക്കാർക്ക് കൂലി കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കും. നീ അനാവശ്യം കാണിക്കുക. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? എങ്ങനെ വൃത്തികെട്ട മാർഗത്തിലൂടെയാണോ ആളുകളെ തോപ്പിക്കുന്നത്? മാർഗം എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് എന്റെ ഉന്നം. എന്താ നിന്റെ ലക്ഷ്യം? നീ അവളോട് പറ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാൻ. നിന്റെ കാമയല്ലേ? നീ അവളോട് പറ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാൻ. അത് എന്റെ ലക്ഷ്യം. അത് ഞാൻ പറഞ്ഞ അവര് അനുസരിക്കണ്ടേ? നീ കാമുകനല്ലടാ, അനുസരിക്കും. ഗോപാലകൃഷ്ണ, നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളുടെ കടപ്പ്. ഞങ്ങൾ തമ്മിൽ ഒരു 50% അടുപ്പം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇങ്ങോട്ടോ? അത് അല്ല, എനിക്ക് അങ്ങോട്ട്. എനിക്ക് മനസ്സിലായി. എങ്ങനെ? നിന്നെ ഇഷ്ടപ്പെടാൻ മാത്രം മറ്റുള്ള ഒരു പെൺകുട്ടിയല്ല അവള്. ശരി, നിനക്ക് അവളെ ഇഷ്ടമാണല്ലോ. അതെ. എന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഞാൻ നിനക്ക് അവളെ കെട്ടിച്ചു തന്നാൽ നീ എനിക്ക് എന്ത് പ്രതിഫലം തരും? നീ എങ്ങനെ കെട്ടിച്ചേരും? നീ എന്താ അമ്മാവനാ? അതിവിടെ പ്രതിഫലം പറ. എടാ, ഒരു സുഹൃത്തിന്റെ. അത് കള. ഒറ്റ കാര്യം ചെയ്താൽ മതി. കല്യാണം കഴിഞ്ഞാൽ അവളോടൊപ്പം അവളുടെ കുടുംബത്തെയും നീ ഇവിടെ കൊണ്ട് താമസിപ്പിക്കണം. അത് ഒരു പ്രശ്നമല്ലല്ലോ. അത് പ്രശ്നമാണ്. എനിക്കത് പ്രശ്നമാണ്. അവരവിടെ നിന്ന് ഇറങ്ങിയാലേ എനിക്ക് രക്ഷയുള്ളൂ. സത്യത്തിൽ ഞാൻ പ്രതിഫലം ചോദിക്കാനല്ല രാജേന്ദ്ര, മറ്റൊരു വഴിയും കാണാത്തോണ്ട് ആലോചിച്ചു പോയതാ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഈ കാര്യത്തിൽ നീ സംശയിക്കുകയേ വേണ്ട. കല്യാണവും വീടുമാറ്റവും ഒറ്റ ദിവസം. ഉറപ്പാ? ഉറപ്പാ. എങ്കിൽ നീ നിന്റെ വീട്ടിൽ വിവരം അറിയിക്കേ. വീട്ടിലറിയിച്ചാൽ പ്രശ്നമാണ്. സ്ത്രീധനമൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തതുകൊണ്ട് അച്ഛൻ സമ്മതിക്കില്ല. പിന്നെ എന്ത് ചെയ്യും? എന്റെ ഒരമ്മാവനുണ്ട്, പൂങ്കിനാവ് വാരികയുടെ പത്രാധിപര്. എന്റെ അച്ഛനെ പാട്ടിലാക്കാൻ അങ്ങേർക്കേ സാധിക്കൂ. എങ്കിൽ നീ എത്രയും പെട്ടെന്ന് നിന്റെ പൂങ്കിനാവ് അമ്മാവനെ വിവരം അറിയിക്കുക. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓക്കെ? ഓക്കെ. ഈ തുണിയൊക്കെ കല്ലിലിട്ട് ഇങ്ങനെ അടിക്കരുതമ്മേ, പെട്ടെന്ന് പിഞ്ചിപ്പോ. ഞാൻ വിരിക്കാം. സഹായിക്കണ്ട. വല്ല മീനോ മലക്കറിയോ വല്ല വാങ്ങിക്കാറുണ്ടമ്മേ? ഞാൻ മാർക്കറ്റിൽ പോകുന്നുണ്ട്. പണിക്ക് ഉപദ്രവിക്കാതിരുന്നാ മതി. അമ്മ ഇങ്ങനെ പറയരുത്. ഞാനൊരു ഉപദ്രവകാരിയല്ല, ഉപകാരിയാണ്. അമ്മ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു ശുദ്ധനമ്മേ. പിന്നെ കുറച്ച് മുൻകോപമുണ്ട്. അത് പെട്ടെന്ന് വരും, പെട്ടെന്ന് പോവും. അല്ലാതെ എന്നേക്കുമായി ഒരാളോട് സ്ഥിരമായി ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു സ്വഭാവമേ എനിക്കില്ല. അമ്മേ, നമ്മുടെ മീരയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായമ്മേ?
നിനക്കെന്താടാ അതിപ്പോ അറിയേണ്ട കാര്യം എന്നായിരിക്കും അമ്മ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത്. ന്യായമായ ചോദ്യം. ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. നല്ല തങ്കം പോലത്തെ ആ പെൺകുട്ടിയെ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചു. പാടില്ലായിരുന്നു, ഒരിക്കലും പാടില്ലായിരുന്നു. ഇന്നലത്തോടെ എന്റെ ശനിദശ മാറി കിട്ടി. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം അമ്മേ. ആ കുട്ടിക്കൊരു നന്മ ചെയ്യൂ എന്ന് എന്റെ അന്ധക്കരണം എന്നോട് മന്ത്രിക്കുന്നു. പെൺകുട്ടികൾക്ക് നമ്മൾ എന്ത് നന്മയാ ചെയ്യുക? അവരെ ഏതെങ്കിലും സുരക്ഷിതമായ കൈകളിൽ പിടിച്ചേൽപ്പിക്കുക. നമ്മുടെ മീരയ്ക്ക് അങ്ങനെ ഒരു കൈ ഞാൻ കണ്ടുപിടിച്ചു. നല്ല ഒന്നാം തരം ചെറുക്കൻ, സൗന്ദര്യമുണ്ട്, കുടുംബ മഹിമയുണ്ട്, ഗംഭീരമായ ജോലി, അസലായിട്ട് പാട്ടും പാടും. ആ അമ്മ അഭിപ്രായമൊന്നും പറഞ്ഞില്ല? അല്ലെങ്കിൽ വേണ്ട, ഇപ്പോഴൊന്നും പറയണ്ട. ഞാൻ ചെറുക്കനായിട്ടേക്ക് വരാം. വേണ്ട, ആ അതൊന്നും നടക്കില്ല. എന്താ? കുട്ടിക്ക് ഈ ലവിന്റെ ഏർപ്പാട് വല്ലോ? പണിക്കർ അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, ആവശ്യമാ. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യട്ടെ. ഞാൻ ഈ കല്യാണം നടത്തിയിട്ടേ ബാക്കി കാര്യം. പണിക്കർ അമ്മ ഒന്നും പറയണ്ട. ഈ കാര്യത്തിൽ ഇടപെടുകയും വേണ്ട. മനുഷ്യ സ്നേഹമാണ് അമ്മയെ എല്ലാത്തിലും വലുത്. സ്നേഹമാണ് അമ്മയെ അഖില സാര മൂഴിയിൽ. അത് മനസ്സിലായിക്കോളൂ. ചെറുക്കം വരും, മീരെ കാണും, മീരെ കെട്ടും. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട.